എയർപോർട്ട് കാണാൻ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടല്ലോ എയർപോർട്ടിൽ. പക്ഷെ നമ്മൾ പ്ലെയിനിൽ കയറിയിട്ടില്ലല്ലോ. നീ ഏതിനോത്തായിരുന്നടി? നമ്മളന്ന് ലക്ഷദ്വീപിൽ പോയതിന്റെ പ്ലെയിനിൽ കയറിയില്ലായിരുന്നോ? അയ്യോ ശരിയാണല്ലോ, അന്ന് നമ്മൾ പ്ലെയിനിലാണല്ലോ പോയത്. ആ കിങ്ങിണിയാളോ കൊള്ളാലോ, പ്ലെയിനിൽ പോയിട്ട് അത് ഓർമ്മയില്ലാത്തത്. ചേച്ചി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാണുമോ? ചേട്ടന്മാരെ കാണുന്നില്ലല്ലോ. നമ്മളെല്ലാവരും പോയാലല്ലേ ചെക്കിങ് നടത്തുന്നുള്ളൂ. അവരെന്തായാലും അന്നത്തിനകത്തോട്ട് കയറി പോയത്. നമുക്ക് ഫ്ലൈറ്റ് കിട്ടുമില്ലെന്ന് പോലും കൺഫേം ആയിട്ടില്ല. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളെന്തോ തിരക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി പോയത് അവര്. നമ്മൾ പിന്നെ ദുബായ് വരെ എങ്ങനെ പോകും ചേച്ചി, ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ? മണിക്കുട്ടിയുടെ എൻഗേജ്മെന്റിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്തോ എനിക്കറിയത്തില്ല. എങ്ങനെയെങ്കിലും പോയല്ലേ പറ്റത്തുള്ളൂ ചേച്ചി. ഫ്ലൈറ്റ് കിട്ടാൻ ഓ നമ്മുടെ പ്ലാനിങ് മൊത്തം പൊളിഞ്ഞില്ലേ. എന്ത് പറ്റി ചേട്ടാ? ടിക്കറ്റ് കൺഫർമേഷൻ ആയില്ലായിരുന്നു. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള്? നമ്മുടെ ദുബായ് യാത്ര ക്യാൻസൽ ആയി. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാന്? പിന്നെ മണിക്കുട്ടിയുടെ എൻഗേജ്മെന്റിന് നമ്മൾ എങ്ങനെ പങ്കെടുക്കും? പങ്കെടുക്കാൻ പറ്റത്തില്ല, അത്ര തന്നെ. സാർമാരെ എന്താ നിങ്ങൾക്ക് എന്താ ഫ്ലൈറ്റ് മിസ്സായോ? ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിൽ കൺഫർമേഷൻ ആയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഫ്ലൈറ്റ് കിട്ടത്തില്ല. നിങ്ങൾക്ക് എവിടെ പോകാനുള്ളവരാ? ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട് മണിക്കുട്ടി, അവരാണെങ്കിൽ ദുബായില്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇപ്പോൾ ഫ്ലൈറ്റ് കിട്ടിയില്ലല്ലോ. അയ്യോ അതെയോ സാറേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ പിന്നെ ആയാലും പോകുമായിരുന്നു. ഇതിപ്പോൾ എൻഗേജ്മെന്റ് അല്ലേ. നിങ്ങളിപ്പോൾ ദുബായിക്ക് വിസിറ്റിങ്ങിന് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കൺഫർമേഷൻ ആയിട്ട് പിന്നെ പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ. എൻഗേജ്മെന്റ് ആകുമ്പോഴത്തേക്ക് ഈ ദിവസം തന്നെ ചെല്ലണ്ടേ. എന്നാ എൻഗേജ്മെന്റ് എന്നാ? എൻഗേജ്മെന്റ് മറ്റന്നാളാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകിട്ട് എത്തിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നാളെ അവിടെ ഒരു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ മറ്റന്നാൾ പോയാൽ മതിയായിരുന്നല്ലോ. ടിക്കറ്റ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അയ്യോ ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ഒരു വഴിയില്ല. ഫ്ലൈറ്റിന്റെ കാര്യം നോക്കണ്ട. പിന്നെ നമുക്ക് വീട്ടിൽ പോകാൻ ചേട്ടാ, വെറുതെ ഇനിയിപ്പോൾ ഇവിടെ സംസാരിച്ചിട്ട് കാര്യം എന്താ? അയ്യോ അല്ല മേഡം, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ആ എന്താ എങ്ങനെ? ആകാശത്തൂടെ മാത്രമല്ല നമുക്ക് പോകാൻ പറ്റുന്നത്, കടലിൽ കൂടെ പോകാമല്ലോ. അതായത് കപ്പൽ മാർഗം. കപ്പലിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെല്ലാം. ടിക്കറ്റ് ആണെങ്കിൽ കിട്ടുകയും ചെയ്യും. കാരണം എന്താണെന്നറിയോ, കപ്പലിലാണെങ്കിൽ ആൾ കുറവാണ്. ഇപ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്, ആരും ഇപ്പോൾ കപ്പലിലൊന്നും പോകാറില്ല. യാത്രക്കാർ നന്നേ കുറവാണ്. ഇപ്പം നിങ്ങൾ ചെല്ലെങ്കിൽ ആ ഷിപ്പ് യാർഡിൽ ചെല്ല്. അവിടെ ചെല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ടിക്കറ്റ് കിട്ടും. ദുബായിക്ക് നേരെ അങ്ങ് വിട്ടോ. ഓഹോ അത് വാങ്ങി വായല്ലോ നമുക്ക്. ടിക്കറ്റ് ഒരുപാട് ആകുമോ? റേറ്റ് എത്ര ആകുമായിരിക്കും? ആ റേറ്റിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ഫ്ലൈറ്റിനേക്കാൾ ഒരു 5% കുറവായിരിക്കത്തേ ഉള്ളൂ കപ്പലിൽ. ആ റേറ്റിന്റെ കാര്യം ഞങ്ങൾക്ക് വിഷയമല്ല. എങ്ങനെങ്കിലും അവിടെ നിന്ന് എത്തിപ്പെട്ടാൽ മതി. അത് തന്നെയല്ല, റേറ്റ് കുറവല്ലേ ഫ്ലൈറ്റിനേക്കാളും. അപ്പം ഞങ്ങൾക്ക് ലാഭമായല്ലോ. പിന്നെ കുറച്ച് ഡിലേ വരും, അത്രേ ഉള്ളൂ കാര്യം. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് അവിടെ എത്തത്തില്ല, നാളെ രാവിലെ എത്തുള്ളൂ. ഫ്ലൈറ്റിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് തന്നെ എത്തിയല്ലോ. അത്രേ ഉള്ളൂ ഒരു ഡിഫറൻസ്. ആ അത് കുഴപ്പമില്ല, നാളെ രാവിലെ എന്തായാലും എത്തുമല്ലോ. മറ്റന്നാളാണ് എൻഗേജ്മെന്റിന് എങ്ങനെയെങ്കിലും പങ്കെടുക്കണം, അത്രേ ഉള്ളൂ. ആ എന്നാലും ഷിപ്പ് യാർഡിലോട്ട് വിട്ടോ. താങ്ക്സ് കേട്ടോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപദേശം തന്നതിൽ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളിപ്പോൾ ആകെപ്പാടെ പെട്ടിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു എക്സിക്യൂട്ടീവാണ്. കാരണം ഇവിടെ ഫ്ലൈറ്റ് മിസ്സാവുന്നവരെയൊക്കെ അങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത്. അത് ഞങ്ങളുടെ ഒരു ഷിപ്പ് യാർഡ് ജോലിയുള്ള ആളാണ് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും ഇവിടെ. ആ എന്നാൽ ശരി ബൈ ബൈ. അങ്ങനെ കുറേ ഇരകളെ കിട്ടി കപ്പലിലോട്ട്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ, കപ്പൽ ചുമ്മാതെ കടന്ന് ഓടുക, ഒരു മനുഷ്യരും ഇല്ലാതെ. നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു കപ്പലിൽ കയറാൻ പോകുന്നല്ലേ. നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്, പക്ഷെ കപ്പലിൽ കയറാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ. പക്ഷെ അത് തന്നെയല്ല, നമ്മൾ എത്ര ദൂരമാണ് പോണത്? ദുബായ് വരെ അല്ലേ പോകുന്നത്? ഇന്നിപ്പോ സമയം എത്ര? ഉച്ചയ്ക്ക് 1 മണിയല്ലേ ഉള്ളൂ. നാളെ ആണെങ്കിൽ രാവിലെ അല്ലേ എത്തത്തുള്ളൂ. ഇത്ര നേരം ഇരിക്കണം. രസമായിരിക്കും അല്ലേ? കപ്പൽ മേടിക്കണ്ട മോളെ, എന്തിനാ കപ്പൽ മേടിക്കുന്നത്? ഫ്ലൈറ്റിനേക്കാളും കുറച്ചുകൂടെ സേഫ് എനിക്ക് തോന്നുന്നു കപ്പലാന്ന് തോന്നുന്നു. കാരണം കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ടെങ്കിലും രക്ഷപ്പെടാം. പിന്നെ വേറെ ഏതെങ്കിലും ബോട്ടുകാർ വന്ന് നമ്മൾ രക്ഷപ്പെടുത്തും. പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഫ്ലൈറ്റും കത്തിപ്പോകത്തുള്ളൂ ഇല്ലേടി. അത് തന്നെ, അതുകൊണ്ട് കപ്പലേ കയറുമ്പോൾ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഹലോ നിങ്ങൾ കപ്പലക്കാരൻ തന്നെയാണോ? ആ അതെ സാർ, ഞങ്ങൾ കപ്പലക്കാരനാ. അവിടെ കപ്പൽ വിടാറായി. ആകെപ്പാടെ നിങ്ങൾ മാത്രമല്ലോ യാത്രക്കാര്. ഇവിടെ സൊറ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ കപ്പലങ്ങ് വിട്ടുപോകും. പെട്ടെന്ന് കയറുവാ മക്കളെ, വേഗമായിട്ട് നമുക്ക് പെട്ടെന്ന് കപ്പലേ കയറാം. ആകെപ്പാടെ യാത്രക്കാർ 4, 3, 7 പേരുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഇത്രയും ലഗേജ് ഉണ്ടല്ലോ, അതിന് തന്നെ മതി. പിള്ളേരെ അറ്റത്ത് നിൽക്കില്ലേ, ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അങ്ങോട്ട് വീടല്ലേ. അയ്യോ ശരിയാ, കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ. മക്കളെ ഇങ്ങോട്ട് നീങ്ങിക്ക്. കുട്ടുപോലെ ഇങ്ങോട്ട് നീങ്ങാന്. ആ ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം അവരെ. ഇരിക്കാനൊക്കെ നല്ല സോഫയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, കുഷിനൊക്കെ ഇട്ട സോഫ. എന്നാ പിന്നെ ഇവിടെ ഇരുന്ന് കളയാം. ഞാനും ഇവിടെ ഇരിക്കാൻ പോവാ. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണട്ടെ. ഓ എന്ത് ഭംഗിയില്ലേ കാണാന്, ദൂരോട്ട് കടല് മാത്രം. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സായത് കാര്യമേ. നമുക്കല്ലെങ്കിൽ പിന്നെ കപ്പലെ കയറാൻ പറ്റുമായിരുന്നോ?
മധു എത്ര ടിക്കറ്റ് ചീപ്പ് റേറ്റ് കണ്ടായുള്ളൂ തോന്നില്ലേ? ആ പിന്നെ ഫ്ലൈറ്റിനേക്കാൾ എത്ര 5% ഒന്നും അല്ല, 10% കൊണ്ട് കുറവുണ്ടായിരുന്നു. പൈസ ലാഭിക്കുകയും ചെയ്തു, നല്ലൊരു യാത്രയും കിട്ടി നമുക്കല്ലേ. നമ്മൾ ഇന്ന് തന്നെ ഇറങ്ങിയത് കാര്യമായി. അല്ലെങ്കിൽ പിന്നെ നാളെ ഇറങ്ങിയാണെങ്കിലോ, നാളെ ഫ്ലൈറ്റ് കിട്ടത്തുമില്ല. പിന്നെ നമ്മൾ ഈ കപ്പലെ പോയാൽ നമുക്ക് മറ്റന്നാളെ എത്തിയ പിന്നെ എൻഗേജ്മെന്റിന് പോകാനും പറ്റത്തില്ലായിരുന്നു. നമ്മൾ ഇന്ന് കറക്റ്റ് ഡേറ്റിന് തന്നെ ഇറങ്ങിയത്. ഇനി ഞാനെങ്കിലേ ബാത്റൂമിൽ ഒന്ന് പോയിട്ട് വരട്ടെ. നിങ്ങൾ ചേട്ടാ ഞാനും വരുന്നു. എനിക്ക് എപ്പോഴോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. ഞാനും വരുവാ. പിന്നെ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. ഇനി ശാന്ത കുട്ടുമനെ നോക്കിയോണ്ടടി. ആ അമ്മനാണ് നിൽക്കുവാണോ? മോനെ പിടിച്ചെന്ന് ചരിഞ്ഞു പോന്ന്. ഓ ഇതെന്താ ഇത്ര ചരിയുന്നേ? ഷോ പേടിച്ചു പോയല്ലോ. തിര കൂടുതലായിരിക്കും, അതാ ഇങ്ങനെ ചരിഞ്ഞു പോന്നേ. അയ്യോ നിക്കാൻ പറ്റുന്നില്ല, ഇതെന്താ ചരിഞ്ഞു പോന്നിങ്ങനെ? സാധാരണ ചരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ആവണ്ട, ഇതെന്താ ചരിഞ്ഞു തന്നെ നിക്കുന്നേ? ആ അത് ശരിയാ. നമ്മളെങ്കിലേ ബോട്ടെ പോകുമ്പോഴാണെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാൻ തിരിയാൻ നേരെ ആകുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇതെന്തോ ഒരു സൈഡ് തന്നെ ചരിഞ്ഞു തന്നെ നിക്കുന്നത്. ഓ ഞാൻ ഈ കമ്പി പിടിച്ച് കേട്ടെന്തായാലും. പിള്ളേരെ പിടിച്ചു തുടങ്ങും കേട്ടോ. ഞാൻ ചരിഞ്ഞു പോവാ കപ്പല്. ഓ ഇത് വലിയ കഷ്ടമാണല്ലോ ചരിഞ്ഞു തന്നെ പോകുന്നത്. ഇതെപ്പോ നേരെയാകും? നമ്മൾ കപ്പലെ കയറിയിട്ടില്ലാത്തോണ്ട് നമുക്ക് അറിയത്തില്ല കപ്പലിന്റെ എക്സ്പീരിയൻസ് ഒന്നും. ബോട്ടിലാണെങ്കിൽ നേരെയാകും ചരിയും. അത് ഇപ്പോൾ ചെറുതായോണ്ടായിരിക്കും. ഇത് ചിലപ്പോൾ വലുതല്ലേ കപ്പലെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു നേരം ചരിഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരമൊക്കെ അങ്ങനെ നിൽക്കുമായിരിക്കും ചരിഞ്ഞ് തന്നെ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറെ നേരം ആയല്ലോ. വീട്ടിൽ വെച്ച് കഴിച്ചതല്ലേ, പിന്നെ നമ്മൾ ഇടയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. ഫ്ലൈറ്റ് വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടല്ലായിരുന്നു. എന്തായാലും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നമുക്ക് അകത്ത് പോയി കഴിക്കായിരുന്നു. ആ അതുതന്നെ ഞാനും പറയാൻ തുടങ്ങും. എനിക്ക് വിശക്കുന്നു. പിള്ളേരെ നമുക്ക് എത്ര അകത്ത് പോവാം. നിങ്ങൾ പോയി കഴിച്ചിട്ട് പോവാ, ഞാൻ പിന്നെ വരാം. എനിക്കധികം വിശപ്പ് തോന്നുന്നില്ല, ആകപ്പാടെ എക്സൈറ്റ്മെന്റ്. ആദ്യമായിട്ട് കയറുമില്ലേ കപ്പല്ല, അതിൻ്റെതായിട്ടുള്ളത്. പിന്നെ ഈ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പിന്നെ ഒട്ടും വിശപ്പില്ല. നിങ്ങളെല്ലാവരും പോയി കഴിച്ചിട്ട് പോവാം, ഞങ്ങൾ രണ്ടും ഇവിടെ നിൽക്കാം. വാ മക്കളെ വാ. നമ്മളിപ്പോ ടൈറ്റാനിക്ക് നിൽക്കുന്ന പോലെ, റോസും ചായക്ക് നിൽക്കുന്ന പോലെ നിൽക്കുന്നേ. പോടി, കപ്പൽ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ആകപ്പാടെ ടെൻഷനില്ല. അന്നേരം അവളുടെ ഒരു റോസും ചായക്കും ടൈറ്റാനിക്കും. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഏട്ടാ. പക്ഷെ എന്നാലും ഇത് നേരെ ആവുന്നില്ലേ കപ്പല്, ഈ ചരിഞ്ഞു പോവല്ലാതെ. അയ്യോ ഒരുവിധം വന്നിരുന്ന്. ഓ ഇതെന്തോ കുറെ നേരമായല്ലോ. ഞങ്ങൾ ഇതിന്റെ അകത്ത് പോയി ഫുഡ് കഴിച്ച് വന്നിട്ട് പോലും കപ്പൽ നേരെയില്ല. ഇപ്പൊ 1 മണിക്കൂർ കൂടുതലായല്ലോ കപ്പൽ ഇപ്പൊ ചരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. ഒന്നാമത് നമുക്ക് പറ്റിയ അവസ്ഥ അറിയോ, നമ്മൾ കപ്പൽ നേരത്തെ കയറിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യ ഇതെന്തോ സംഭവം എന്നുള്ളത്. ഇങ്ങനെ തന്നെയാണോ പോകുന്ന കപ്പല് ചരിഞ്ഞ്? നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടൊന്നും അവിടെ ആരെയും കണ്ടില്ല. ബന്ധപ്പെട്ട ആരെങ്കിലും കണ്ടായിരുന്നു അവരോട് ചോദിക്കായിരുന്നു എന്തോ സംഭവം എന്നുള്ളത്. എനിക്കത് യാത്രക്കാരായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ തോന്നി കപ്പലില്. ആരെയും കണ്ടില്ലല്ലോ വേറെ. കപ്പൽ ഓടിക്കാൻ അതിനകത്ത് അത് നമ്മൾ മാത്രമേ ഉള്ളൂ കപ്പലില്. കപ്പലൊന്നും ആരും ഓടിക്കുന്നൊന്നുമില്ലായിരിക്കും, ചുമ്മാ കാട്ടത്തങ്ങ് പോവായിരിക്കും, അതായി ചരിഞ്ഞു പോന്നേ. ഹലോ എക്സ്ക്യൂസ് മീ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ആ ഇതാരാ? ഞങ്ങൾ ഇപ്പഴാണ് ഒരാളെ കാണുന്നത്. ഞാൻ ഇതിലെ ഒരു ജീവനക്കാരനാ. എന്താ സാറേ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന കപ്പല്? ഞാൻ പറയുന്നോണ്ട് നിങ്ങളൊന്നും വിചാരിക്കുകയും ചെയ്യരുത്, ആരും ടെൻഷൻ അടിക്കരുത്. എന്താ കാര്യം? കപ്പലാണെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിൽ ഒന്ന് ചരിഞ്ഞിട്ടുണ്ട്. അതിയൊക്കെ മനസ്സിലായി. എന്തെങ്കിലും ചരിഞ്ഞിരിക്കുന്നേ? കപ്പല് മുങ്ങുവാങ്ങളെ. ഓ അവളോട് കരുതാക്ക് വളയ്ക്കരുന്ന് പറഞ്ഞ അവൾ കേൾക്കത്തില്ല. വേണ്ട ആരും ടെൻഷൻ ആവണ്ട, അതാ ഞാൻ പറഞ്ഞത്. ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടേ ഉള്ളൂ. ആ ചരിഞ്ഞ് തന്നെ നിൽക്കുക. ഇതിനിപ്പോൾ നേരെ ആകുമോ ഇല്ലെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു വശം മുങ്ങി വരുമെന്നാ തോന്നുന്നു കപ്പല്. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം കപ്പൽ മുങ്ങി പോവാന്നല്ലേ? എന്റെ സാറേ ഇപ്പൊ കപ്പല് മുങ്ങോ? അങ്ങനെ മുങ്ങാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ സാറേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഈ പിള്ളേരെ കൊണ്ട് ഞങ്ങൾ ജീവന് കൈ പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളായിട്ടൊന്നും ചെയ്തതല്ലോ, അങ്ങനെ ആദർശമായിട്ട് സംഭവിച്ചതല്ലേ. എങ്ങോട്ട് ഇറങ്ങാനാ മക്കളെ? 4 ചുറ്റും കടല, നമ്മൾ എങ്ങോട്ട് ഇറങ്ങാനാ? കുറച്ചു നേരം കൂടെ നോക്കട്ടെ. കപ്പല് നേരെ ആയില്ലെങ്കിലേ കരയിലുള്ള നാവികസേനയുടെ ഒരു ഓഫീസ് ഉണ്ട്, അവിടോട്ട് വിളിച്ച് വിവരം അറിയിക്കാം. സാറേ അതൊക്കെ എപ്പോ വിളിച്ച് പറയാനാ? നിങ്ങൾ ഇപ്പൊ വിളിച്ച് പറയാൻ നോക്ക്. കപ്പൽ മുങ്ങി കഴിഞ്ഞാൽ അതൊക്കെ അറിയിക്കേണ്ടത്. നിങ്ങൾ ഉടനെ വിളിച്ച് പറയാൻ നോക്ക്. ഞങ്ങളുടെ ജീവന വരുത്. അത് തന്നെ, കപ്പൽ മുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ നിൽക്കും. നിങ്ങൾ ഇപ്പോൾ ഉടനെ വിളിക്കാൻ നോക്ക്. ആ ശരി ആരും ടെൻഷൻ ആവട്ടെ, ഞാൻ വിളിക്കാൻ പോവാ. ബെല്ലുണ്ട്. ഹലോ സാറേ, ഞാനാണെങ്കിലേ ക്രോയസ് കപ്പലിൽ നിന്നാ. പറഞ്ഞോളൂ. കേൾക്കാം. ഈ ക്രോയസ് കപ്പലിൻ്റെ ആണെങ്കിൽ ഒരു ഭാഗമാണെങ്കിൽ മുങ്ങി വരുക. മിക്കവാറും ഇത് ഫുള്ളായിട്ട് മുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളാണെങ്കിൽ ഞങ്ങളെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. യാത്രക്കാർ എത്ര പേരുണ്ട് സാർ? യാത്രക്കാർ ഏകദേശം ഒരു 10 താഴെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ജീവനക്കാരെ എല്ലാവരും കൂടെ ചേർത്ത് ഒരു 10-15 പേര് കൂടുതൽ ഉണ്ടാവത്തില്ല, 15 പേര് കാണും. ശരി സാർ, നിങ്ങൾ ഏത് ഭാഗത്തൊന്ന് പറ. കപ്പലിന്റെ പകുതി ഭാഗവും മുങ്ങിയിരിക്കുക. ഞാനൊന്ന് നോക്കട്ടെ, ഏത് ഭാഗവും നോക്കട്ടെ. സാർ ഞങ്ങൾക്കാണെങ്കിൽ നിങ്ങളെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് അറിയിക്കണം, എന്നാലും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചുറ്റിനും നോക്കി ഏതെങ്കിലും ഒരു നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ലാൻഡ് മാർക്ക് ഒന്ന് പറഞ്ഞതാ. ദൂരെ ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. ഇതാണെങ്കിലേ കോവളത്തിന് അടുത്തായിട്ട് വരും. ഓക്കെ സാർ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ കോവള ഭാഗത്തേക്ക് വരാം.
നിങ്ങളാണെങ്കിൽ ലൈഫ് ജാക്കറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തിട്ടോ. കപ്പൽ മുങ്ങാന്നുണ്ടെങ്കിൽ ഞങ്ങളെന്തായാലും ബോട്ട് കൊണ്ട് വരാം നിങ്ങളെന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടേ. ലൈഫ് ജാക്കറ്റ് ഇപ്പോൾ ആവശ്യമില്ലെന്ന് തോന്നുന്നു. നിങ്ങളെന്തായാലും പെട്ടെന്ന് ബോട്ട് കൊണ്ടുപോകാം ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. ഓക്കെ താങ്ക് യു സാർ. ഇനിയിപ്പോൾ ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഞാൻ എന്തായാലും അറിയിച്ചിട്ടുണ്ടല്ലോ. അവരിപ്പോൾ ബോട്ട് കൊണ്ടുവരും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും സാറ് കൊള്ളാലോ. ഇപ്പൊ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ലേ നിങ്ങൾ വിളിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്നേനെ. അടി ഇടി നീ മിണ്ടായിരിക്കേ.